ഹായ് ഓൾ, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ സിലബസിനകത്തുള്ള പുതിയൊരു ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്, ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പോൾ ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സും ക്ലാസിഫിക്കേഷൻസ് മെയിൻലി ആയിട്ടുള്ളതും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്? So transducer is the device which convert one form of energy into another form. ഒരു ഫോം ഓഫ് എനർജീനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്ന ഏതൊരു ഡിവൈസും ട്രാൻസ്ഡ്യൂസർ ആണ്. സോ ആൻഡ് ട്രാൻസ്ഡ്യൂസർ ക്യാൻ ബി ജനറലി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ആസ് മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ. ഇനി എന്താണ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ? ഏതൊരു നമ്മൾ മെഷർ ചെയ്യുന്ന ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയും അതിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ. എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടു ദ പ്രപ്പോർഷണൽ ഇലക്ട്രിക്കൽ സിഗ്നൽ, അതാണ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ദ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ്, കാരണം നമുക്കൊരു ഇലക്ട്രിക്കലി ആണ് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ ആ ഒരു ഔട്ട്പുട്ടിനെ അതൊരു ചെറിയൊരു ഔട്ട്പുട്ട് ആണെങ്കിൽ പോലും വി ക്യാൻ ആംപ്ലിഫൈ ആൻഡ് ആ ഒരു ഔട്ട്പുട്ടിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ക്യാൻ ബി ആംപ്ലിഫൈഡ് ടു എനി ഡിസൈഡ് ലെവൽ. Only low power requirement is there for that particular transducer. Easy transmission, suitable with a digital control, low cost, small size, reduced friction effect. Output can be modified as per the requirement of the indicating equipment അല്ലെങ്കിൽ controlling equipment. അതിനനുസരിച്ച് ഔട്ട്പുട്ട് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എത്രമാത്രം പവർ വേണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഏതൊരു ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ കമ്പയർഡ് ടു മെക്കാനിക്കൽ. അപ്പോൾ ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഹൈലി ആക്യുറേറ്റ്, റഗഡ് കണ്ടീഷൻ ആയിരിക്കണം, റഗഡ് ഓപ്പറേഷൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, കുറച്ച് റഫ് യൂസിന് പറ്റുന്നതായിരിക്കണം, വെരി ബ്രിട്ടിൽ ആവരുത്, ഹൈ ഔട്ട്പുട്ട്, ഹൈ സ്റ്റെബിലിറ്റി, റിലയബിലിറ്റി, ഹൈ സെൻസിറ്റിവിറ്റി, നമ്മൾ ഏതൊരു ഇൻസ്ട്രുമെൻസിന് പറയുന്ന റിക്വയർമെൻറ്റ്സ് ഒക്കെ തന്നെയാണ് ഈ പറയുന്നത്. ആൻഡ് സ്മോൾ സൈസ്, ഫാസ്റ്റ് സ്പീഡ് ഓഫ് ദ റെസ്പോൺസ്, ഡൈനാമിക് റേഞ്ച് ഉണ്ടായിരിക്കണം, പോസസ് റിപ്പീറ്റബിലിറ്റി. റിപ്പീറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷനിലും പഠിച്ചിരുന്നു. എന്താണ് റിപ്പീറ്റബിലിറ്റി? നമ്മൾ ഒരേ റീഡിങ് തന്നെ പിന്നീട് വീണ്ടും എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് വേരിയേഷൻസ് വരരുത്. അപ്പം അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ വരണം. അതായത് അപ്പോഴാണ് ആ ഇൻസ്ട്രുമെൻറ്റ് കൂടുതൽ റിലയബിൾ ആകുന്നത്. ഇനി സെലക്ഷൻ ഫാക്ടേഴ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ നോക്കും. അതിൽ എന്ത് ടൈപ്പ് മെഷർമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്ത് മെഷർമെൻറ്റിനാണ് വി നീഡ് ടു യൂസ് ദാറ്റ് പർട്ടിക്കുലർ ട്രാൻസ്ഡ്യൂസർ. സോ ദ നേച്ചർ ഓഫ് മെഷർമെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഈസ് ദ റേഞ്ച്. ഏത് റേഞ്ചിലുള്ള മെഷർമെൻറ്റ്സ് ആണ് നമ്മുടെ പർപ്പസ്, നമ്മുടെ ആപ്ലിക്കേഷൻ, അതിനനുസരിച്ച് റേഞ്ച് ആൻഡ് ദ ലോഡിംഗ് എഫക്റ്റ്. ഈ ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിനുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ലോഡിംഗ് എഫക്റ്റ് ഉണ്ടാകുമോ? സോ അക്കോർഡിംഗ് ടു ദറ്റ് ലോഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ലോഡിംഗ് എഫക്റ്റ് ഓൾസോ നീഡ് ടു ബി കൺസിഡേർഡ് വൈൽ വി ആർ സെലക്ടിങ് ദ ട്രാൻസ്ഡ്യൂസർ. ദെൻ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, ഇനി എൻവയോൺമെൻറ്റൽ ചേഞ്ചസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എനി എൻവയോൺമെൻറ്റൽ ചേഞ്ചസിനനുസരിച്ച് ഇതിലെന്തെങ്കിലും വേരിയേഷൻസ് ഇൻ റീഡിങ്സ് പോസിബിൾ ആണോ? മെഷറിംഗ് സിസ്റ്റം കോമ്പാറ്റബിലിറ്റി, മെഷറിംഗ് സിസ്റ്റത്തിൻ്റെ കോമ്പാറ്റബിലിറ്റി, കോസ്റ്റ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ്, ദെൻ എറേഴ്സ്, കാലിബ്രേഷൻ, ഇതെല്ലാം അതിൻ്റെ സെലക്ഷൻ ഫാക്ടേഴ്സാണ്. ഇതെല്ലാം ജസ്റ്റ് തിയറി ബേസിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതുള്ളൂ. ഇനി എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ? അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. മെയിനായിട്ടും ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ്, ബേസ്ഡ് ഓൺ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. ഇതിൽ ചിലത് മാത്രമാണ് നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത് മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷേ ഇതൊരു മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്, അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ട്രാൻസ്ഡ്യൂസർ ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്, ബേസ്ഡ് ഓൺ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. And based on the characteristics that can be classified as active and passive, analog and digital, primary and secondary, transducer and inverse transducer. ഈ ഒരു 4 ടൈപ്പ് വരുന്നത് ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസ്ഡ് ഓൺ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ. വർക്കിംഗ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് എങ്ങനെയൊക്കെ മാറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. റെസിസ്റ്റീവ് പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ളതാണ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഇൻഡക്റ്റീവ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, അതുപോലെ കപ്പാസിറ്റി ട്രാൻസ്ഡ്യൂസർ. ഇനി ഇതിൽ മൂന്നിലും പെടാതെ വരുന്ന മിസലേനിയസ് ട്രാൻസ്ഡ്യൂസേഴ്സും ഉണ്ട്. ഇനി ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്, എന്ത് ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും വി ക്യാൻ ക്ലാസിഫൈ ദ ട്രാൻസ്ഡ്യൂസർ. ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഡ്യൂസർ, പ്രഷർ ഓർ ഫോഴ്സ് ട്രാൻസ്ഡ്യൂസർ, ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസർ, ഫ്ലോ ട്രാൻസ്ഡ്യൂസർ.
ഡിസ്പ്ലേസ്മെൻറ്റ്, പ്രഷർ ഓർ ഫോഴ്സ്, ടെമ്പറേച്ചർ, ഫ്ലോ ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോന്നും ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം ഒന്ന് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറും പാസീവ് ട്രാൻസ്ഡ്യൂസറും. സോ ആക്റ്റീവ് ആൻഡ് പാസീവ്, നമ്മൾ നേരത്തെ ആക്റ്റീവ് എലമെൻറ്റ്സ് ആൻഡ് പാസീവ് എലമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിലേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ദ ട്രാൻസ്ഡ്യൂസർ വിച്ച് ഡെവലപ്പ് ദെയർ ഔട്ട്പുട്ട് in the form of electrical voltage or current without any auxiliary source. വേറൊരു സോഴ്സിൻ്റെ ആവശ്യമില്ല. സോ ദാറ്റ് വിൽ ആക്ട് ആസ് ദ active transducer, active equipment. So they will develop their output in the form of electrical voltage or current without any auxiliary source. And they will draw the energy from the system under measurement. നമ്മളൊരു ഒരു മെഷർമെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഈ ഒരു ട്രാൻസ്ഡ്യൂസർ കണക്ട് ചെയ്യുവാണെങ്കിൽ ആ സിസ്റ്റത്തിൽ നിന്നാണ് എനർജി അത് എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്. ആൻഡ് ദേ ഗീവ് വെരി സ്മോൾ ഔട്ട്പുട്ട് ആൻഡ് യൂസ് ഓഫ് ആംപ്ലിഫയർ ഈസ് എസെൻഷ്യൽ. എക്സാമ്പിൾ പറഞ്ഞാൽ ടാക്കോ ജനറേറ്റർ, തെർമോ കപ്പിൾ, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ, ഫോട്ടോ വോൾട്ടേക് സെൽ, ഇതെല്ലാം എന്താണ്, ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണ്. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ എക്സാമ്പിളാണ് ഓർത്തിരിക്കേണ്ടത് ടാക്കോ ജനറേറ്റർ, തെർമോ കപ്പിൾ, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ്, ഫോട്ടോ വോൾട്ടേക് സെൽ. ഇനി പാസീവ് ട്രാൻസ്ഡ്യൂസറോ, ദ ട്രാൻസ്ഡ്യൂസർ ഇൻ വിച്ച് ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ്, നമ്മൾ ആക്റ്റീവും പാസീവും ഡിവൈസസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പാസീവ് ഡിവൈസസ് റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ് പഠിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് വിൽ ചേഞ്ച് ഇൻ ദ ഇൻപുട്ട്, ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ദ ഇൻപുട്ട് സിഗ്നൽ. സോ ഇങ്ങനെയുള്ള പാസീവ് പാരാമീറ്റേഴ്സ് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ. ആൻഡ് ദേ റിക്വയർ എക്സ്റ്റേണൽ പവർ സോഴ്സ് ഫോർ ദ എനർജി കൺവേർഷൻ. അപ്പോൾ ഇതിന് എക്സ്റ്റേണൽ പവർ സോഴ്സ് വേറെ കൊടുക്കണം. ഇൻ ദിസ് ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് കോസസ് എ ചേഞ്ച് ഇൻ ദ വോൾട്ടേജ്, കറണ്ട് ഓർ ഫ്രീക്വൻസി ഓഫ് ദ എക്സ്റ്റേണൽ പവർ സോഴ്സ്. ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് കോസസ് ദ ചേഞ്ച് ഇൻ ദ വോൾട്ടേജ്, കറണ്ട് ഓർ ഫ്രീക്വൻസി ഓഫ് എക്സ്റ്റേണൽ പവർ സോഴ്സ്. എന്താണ് കൊടുക്കുന്നത്, അതിൻ്റെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസിനൊക്കെ. And they will draw some energy from the system under measurement. They will draw some energy, നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇതിലും മെഷർമെൻറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിൽ നിന്ന് some energy will be drawn. Example, resistive, inductive and capacitive transducers. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് അനലോഗ് ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. അനലോഗ് ട്രാൻസ്ഡ്യൂസർ കൺവേർട്ട് ഇൻപുട്ട് സിഗ്നൽ ഇൻ ടു ഔട്ട്പുട്ട് സിഗ്നൽ ആൻഡ് വിച്ച് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ടൈം. അനലോഗ് സിഗ്നലും ഡിജിറ്റൽ സിഗ്നലും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അനലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ആ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ട് പോകുന്ന സിഗ്നൽസ് ആണ് എന്ത്, അനലോഗ് സിഗ്നൽസ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ പറഞ്ഞാൽ തെർമിസ്റ്റർ, സ്ട്രെയിൻ ഗേജ്, LVDT, തെർമോകപ്പിൾ, ഇതൊക്കെ അനലോഗ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ഇനി ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് സിഗ്നലിനെ എന്താണ് ഔട്ട്പുട്ട് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് പൾസസ് ആണ്. സോ ഇറ്റ് വിൽ ഗീവ് ഡിസ്ക്രീറ്റ് ഔട്ട്പുട്ട് കമ്പയർഡ് ടു കണ്ടിന്യൂസ് ഔട്ട്പുട്ട്. ഇതിനകത്ത് എന്താണ്, ഡിസ്ക്രീറ്റ് ഔട്ട്പുട്ടാണ് വരുന്നത് കമ്പയർഡ് ടു അനലോഗ്. അനലോഗിൽ കണ്ടിന്യൂസ് ഔട്ട്പുട്ടാണ്, ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറിൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്, പൾസസ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് സിഗ്നൽ വരുന്നത്. ആൻഡ് ഇപ്പോൾ കൂടുതലും പോപ്പുലർ ആയിട്ട് വരുന്ന ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. അനലോഗ് ട്രാൻസ്ഡ്യൂസേഴ്സ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ കണക്ട് ചെയ്ത് തന്നാൽ അതിന് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. അതായത് ഒരു അനലോഗ് ട്രാൻസ്ഡ്യൂസർ പ്ലസ് ADC, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ യൂസ് ചെയ്താൽ ദാറ്റ് വിൽ ബി കോൾഡ് ആസ് എ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. എൻകോഡർ, ഹോൾ എഫക്റ്റ് സെൻസേഴ്സ്, ഇതെല്ലാം എന്താണ്, ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സിന് എക്സാമ്പിളാണ്. അടുത്തതാണ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരിട്ട് ഇപ്പോൾ നമ്മൾക്ക് എന്താണോ മെഷർ ചെയ്യേണ്ടത് അതേ ക്വാണ്ടിറ്റി ഡയറക്റ്റ്ലി എന്താണ് സെൻസ് ചെയ്ത് അങ്ങനെ തന്നെ എന്താ ഇലക്ട്രിക്കൽ ഫോമിൽ ഡയറക്റ്റ്ലി എന്നൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. അങ്ങനെ ഇലക്ട്രിക്കൽ ഫോമിൽ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഇൻപുട്ട്, എന്താണോ നമുക്ക് മെഷർ ചെയ്യേണ്ട ഇൻപുട്ട് സിഗ്നൽ അതിന് പ്രൊപ്പോർഷണലായിട്ട് ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ ഫോമിൽ വരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ദ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. ദാറ്റ് ഈസ് എക്സാമ്പിൾ തെർമിസ്റ്റർ. ഇനി സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എക്സാമ്പിൾ വരുന്ന ഇതാണ് LVDT, യൂസ്ഡ് ഫോർ ദ പ്രഷർ മെഷർമെന്റ് ബൈ യൂസിങ് ദ ബോർഡൺ ട്യൂബ്. ഇതൊരു സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ ആണ്. അതായത് ഇവിടെ നമുക്ക് ആദ്യം ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ടായിരിക്കും ആൻഡ് ദാറ്റ് വിൽ ബി സെൻസ്ഡ് ബൈ സം സെൻസർ. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി അനദർ ഫോം ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ, അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നലിൻ്റെ അതേ ഫോമിലായിരിക്കില്ല. ആൻഡ് ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു അനദർ ഫോം ഇൻ ദ ഫസ്റ്റ് സെൻസർ. എന്നിട്ട് this output will be given to another transducer for conversion into the electrical form. ഇതാണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ.
അപ്പോൾ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ നമ്മൾ ആദ്യം പറഞ്ഞു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു, അതിന് ഔട്ട്പുട്ടായിട്ട് എന്ത് വന്നു, ഇലക്ട്രിക്കൽ സിഗ്നൽ ഔട്ട്പുട്ടായിട്ട് വന്നു. ഇനി സെക്കൻഡറി ടൈപ്പ് ആണെങ്കിലോ ആദ്യം തന്നെ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു, വേറൊരു ഔട്ട്പുട്ട് വന്നു, അതിന് നമ്മൾ വേറൊരു ട്രാൻസ്ഡ്യൂസറിൽ കൊടുത്തു സെക്കൻഡറി, അവിടെയാണ് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് എ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. Next is the transducer, electrical transducer and inverse electrical transducer. ഇപ്പോൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ that will convert a non-electrical quantity into electrical quantity. തെർമോകപ്പിൾ, പ്രഷർ ഗേജ്. ഇപ്പോൾ ഇതിൽ തെർമോകപ്പിൾ ടെമ്പറേച്ചർ ആണ്, പ്രഷർ ഗേജിലാണ് വരുന്നതെങ്കിൽ പ്രഷർ, സ്ട്രെയിൻ, ഫോട്ടോ വോൾട്ടൈക് സെൽ. അപ്പോൾ എല്ലാത്തിലും ഇതിനകത്ത് ലൈറ്റ് എനർജിയാണ് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാത്തിലും വരുന്നത് ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ട്രാൻസ്ഡ്യൂസറിൽ. ഇനി ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നേരെത്തിരിച്ച്, അതായത് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്, ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയാം. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. A most useful application is in feedback measurement system. ഇപ്പോൾ അടുത്തതാണ് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു പല ടൈപ്പിൽ ഓരോ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് ആക്റ്റീവ് ആൻഡ് പാസീവ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ, പ്രൈമറി ആൻഡ് സെക്കൻഡറി, ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ. ഇനി ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് വെച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ്, പ്രഷർ, ടെമ്പറേച്ചർ, ഫ്ലോ ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് എന്തൊക്കെയാണെന്നും കൂടി നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഓർ ആംഗുലർ അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷൻ, അല്ല ആ ഒരു മോഷനെ നമുക്ക് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പോൾ ലീനിയർ ആണെങ്കിൽ LVDT, ഇനി റൊട്ടേഷണൽ ആണെങ്കിൽ RVDT, ഗൈറോസ്കോപ്പ് ഒക്കെ വരുന്നു. അപ്പോൾ ഡിവൈസ് വിച്ച് കൺവേർട്ട് ലീനിയർ ഓർ ആംഗുലർ മോഷൻ ഇൻ ടു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്, അതാണ് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ. അടുത്തത് പ്രഷർ ഓർ ഫോഴ്സ് ട്രാൻസ്ഡ്യൂസർ. പ്രഷർ ഓർ ഫോഴ്സ് ട്രാൻസ്ഡ്യൂസർ, അതായത് പ്രഷർ ഓർ ഫോഴ്സിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കുന്നു, ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് സിഗ്നൽ ആക്കുന്നു. എക്സാമ്പിൾ സ്ട്രെയിൻ ഗേജ്, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ, ബോർഡൺ ട്യൂബ് ട്രാൻസ്ഡ്യൂസർ. ഇതിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്, പ്രഷർ ഓർ ഫോഴ്സിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസർ, ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് സിഗ്നൽ എന്താണ്, ഇവിടെ ഇത് എഴുതിയിരിക്കുന്ന തെറ്റിയെന്നുള്ളൂ. എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് സിഗ്നൽ ആയിട്ട്. തെർമോകപ്പിൾ, തെർമിസ്റ്റർ, RTD ഒക്കെ അതിന് ഉള്ള എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത ഫ്ലോ ട്രാൻസ്ഡ്യൂസർ ആണെങ്കിൽ ഫ്ലോയിനെ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എക്സാമ്പിൾസ് ആണ് നോക്കി വെക്കേണ്ടത്. അൾട്രാസോണിക് ഫ്ലോമീറ്റർ, ഹോട്ട് വയർ, അനിമോമീറ്റർ. ഇനി റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ നമ്മൾ പറഞ്ഞിരുന്നു പ്രിൻസിപ്പിൾ വെച്ചിട്ട്. റെസിസ്റ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, ദാറ്റ് വർക്ക്സ് ഓൺ ദ റെസിസ്റ്റീവ് പ്രിൻസിപ്പിൾ. പൊട്ടൻഷ്യോമീറ്റർ, സ്ട്രെയിൻ ഗേജ്, RTD, തെർമിസ്റ്റർ, ഹോട്ട് വയർ, അനിമോമീറ്റർ, ഇതൊക്കെ എന്താണ്, റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. ട്രാൻസ്ഡ്യൂസർ വിച്ച് വർക്ക് ഓൺ ദ ഇൻഡക്റ്റീവ് പ്രിൻസിപ്പിൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും ഉണ്ട്. ഇൻഡക്റ്റീവിന്റെ LVDTയും RVDTയും നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. അടുത്തത് കപ്പാസിറ്റി ട്രാൻസ്ഡ്യൂസർ. കപ്പാസിറ്റീവ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ് കപ്പാസിറ്റി ട്രാൻസ്ഡ്യൂസർ. എക്സാമ്പിൾ കപ്പാസിറ്റർ, മൈക്രോഫോൺ ആണ്. ഇനി ഓരോ ട്രാൻസ്ഡ്യൂസേഴ്സ് ഓരോരോ ഡിസ്പ്ലേസ്മെന്റ് മെഷർമെന്റ്, പ്രഷർ മെഷർമെന്റ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള മാത്രം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.